Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. Admission open for 2024 academic year. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽഡ്. ഓർഗാനിക് ആയിട്ട് സ്ക്രിപ്റ്റിലുള്ള ഹ്യൂമർ ആണ് നമുക്ക് എനിക്ക് കേട്ടോ എല്ലാവർക്കും എനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചിരി എന്ന് പറയുന്നത് ആവേശികമാണ്. നമ്മളിപ്പോൾ അതാണ് എപ്പോഴും പറയുന്നത്, ഈ കോമഡി സിനിമകളാണ് ശരിക്ക് ഏറ്റവും തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഈ ചിരി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കാണുമ്പോഴാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചിരിയേ വരില്ല. ഒരു കൂട്ടത്തോട്ടിരുന്ന് കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ചിരിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഒരാൾ വന്ന് യൂഷ്വലി പറയുന്നത് പോലെ ഈ സീനൊന്നും നന്നാക്കണം അങ്ങനെയൊന്നും നല്ല പുള്ളി പറയാം. പുള്ളി മറ്റേ ഇതെന്താണ് ഇങ്ങനെയാണോ അഭിനയിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് പുള്ളി യൂഷ്വലി പറയാറുള്ളത്. ഇപ്പൊ ആ പറഞ്ഞ ഷോട്ട്, ആ സീൻ സിനിമ കാണുമ്പോഴേ ആ സീൻ എന്താന്ന് അറിയുള്ളൂ. അപ്പൊ ആ സീനിൽ ഇങ്ങനെയാണ് എന്നും ആ സീനിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നും ആ സീനിന്റെ റീ റെക്കോർഡിങ്ങിൽ ഇങ്ങനൊരു പാട്ടാണ് വരാൻ പോകുന്നതെന്നും ഒക്കെ ഡയറക്ടർ കൃത്യമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് അത് ശരി, അപ്പൊ എന്നാ അങ്ങനെ എന്നൊരു ഐഡിയ വരിക. ആടുജീവിതം റിലീസ് ആവുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ സിനിമ കണ്ട ആൾക്കാരുൾപ്പെടെ ബ്ലസ് ചേട്ടനോടും എന്നോടും പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിങ് ഫിലിമാണ്, നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടും, ഇതിന്റെ കമേഴ്ഷ്യൽ സാധ്യതകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് റിലീസിന്റെ തലേ ദിവസം വരെ ആ സിനിമ കണ്ട ആൾക്കാർ വരെ ഞങ്ങളോട് പറഞ്ഞത്. അതിനെ കംപ്ലീറ്റ്ലി ഉടച്ചു കളഞ്ഞില്ലേ പ്രേക്ഷകർ. ഇപ്പോ എന്താ പറയാ, എനിക്കിപ്പം എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഇപ്പം മാത്യുവിൻ്റെ അടുത്തോ നസ്ലൻ്റെ അടുത്തോ ഒക്കെ ഞാൻ പറയാറുണ്ട്. അതായത് സക്സസ് ഇങ്ങനെയാണ്, അത് വരും, നാളെ ചിലപ്പം അങ്ങനെ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് തലയിലേക്ക് എടുക്കരുത് എന്നൊക്കെ പറയാൻ ആ ഒരു സ്പേസിലേക്ക് എനിക്ക് അന്ന് വന്നതുകൊണ്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സക്സസ് അങ്ങനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യോ, ഫെയിലിയേഴ്സിൽ അങ്ങനെ ഭയങ്കരമായിട്ട് നിരാശനാകുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ വളരെ ഡിറ്റാച്ച്ഡ് ആണ് ആ കാര്യത്തിൽ. ഇപ്പോൾ മെയ് 16-ാം തീയതി ഗുരുവായൂരമ്പലം നടയിൽ ഇറങ്ങും. എന്ത് സംഭവിച്ചാലും മെയ് 17-ാം തീയതി ഞാൻ എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിലാണ്. എനിക്ക് അതിൽ വ്യത്യാസമൊന്നുമില്ല. ദ ക്യൂ ഷോ ടൈമിൽ പൃഥ്വിരാജ് സുകുമാരൻ, നിഖില വിമൽ, വെൽക്കം. നമസ്കാരം. ഈ ഹ്യൂമർ സിനിമകളുടെ കാര്യത്തിൽ എപ്പോഴും പലപ്പോഴും ഇതിനൊരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു ഡാർക്ക് എപ്പിസോഡിൽ ഹ്യൂമർ കൊണ്ടുവരാം, അല്ലാത്ത ഭയങ്കര ഫണ്ണായിട്ടുള്ളവർക്ക് ഹ്യൂമർ വർക്കൗട്ട് ആവുന്നുണ്ട്. മൊത്തത്തിൽ ഈ ടെംപ്ലേറ്റ് ഒരു അമിതഭാരമൊന്നും ഇല്ലാത്തൊരു ജോണറായിട്ട് തോന്നിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലം നട ഒരു ഹ്യൂമർ എൻ്റർടൈനർ ആയിട്ട് വരുമ്പോൾ ഇതിലൊരു കൈൻഡ് ഓഫ് റീഇൻവെൻറ്റിംഗ് ഉണ്ടോ ഹ്യൂമറിൻ്റെ? എനിക്ക് ആദ്യം തന്നെ ഇതൊരു ഒരു കോമഡി എൻ്റർടൈനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സിനിമ ആസ്വാദന പാരമ്പര്യം വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ടാവും. അത്തരം ഒരു സിനിമയാണോ ഇതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പൂർണ്ണമായ ഒരു ഉറപ്പില്ല. എന്നെ ചിരിപ്പിച്ച ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും സിനിമ കണ്ടപ്പോഴും. നമ്മൾ ചിരി മാത്രമല്ല, അതല്ലാതെ തന്നെ കുറേ ആശയക്കുഴപ്പങ്ങളും ഈ പറയുന്ന പോലെ ഒരു കുടുംബത്തിൽ ഒരു കല്യാണം എന്ന് പറയുന്നതാണല്ലോ ഒരു ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ധാരണകളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷം. അത്തരം അന്തരീക്ഷത്തിൽ നടക്കാവുന്നതിൽ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സിനിമയിലോ കഥയിലോ ഒന്നും കേട്ടിട്ടില്ലാത്തൊരു ഒരു സാധനമാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഈ കഥയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ ഉള്ള കഥാപാത്രങ്ങൾക്കിടയിൽ നടക്കുന്ന എങ്ങനെ അവർക്ക് ഇടയിലൂടെ എങ്ങനെ കഥ വികസിച്ച് പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമ. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഹ്യൂമർ സിനിമകളിൽ അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമകളിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഞാനും ഈ വിപിനും ഞാനും എപ്പോഴും പരസ്പരം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്നതിനേക്കാൾ എന്നൊരു വെഡ്ഡിങ് എൻ്റർടൈനർ എന്നൊക്കെ പറയുന്നതായിരിക്കും നല്ലത്. ഇത്തരം സിനിമകളിൽ ഈ ആക്ടേഴ്സിൻ്റെ റിയാക്ഷൻ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ പൃഥ്വിയുടെ തന്നെ ട്രെയിലറിൽ വന്ന ആ ഒരു ഷോട്ട് ഭയങ്കരമായിട്ട് ഡിസ്കഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത്തരം റിയാക്ഷനുകൾ പലപ്പോഴും കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ക്യാമറയാണ് നിൽക്കുന്നത്, നിങ്ങൾ അവിടെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു റിയാക്ഷൻ സമയത്ത് ഈ പറഞ്ഞ ടൈമിങ്, ഇതിൻ്റെ കൃത്യം മീറ്ററാണോ, കോൺഫിഡൻസ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ആ ടൈമിലൊരു ക്യാരക്ടർ സൈക്കോളജിക്ക് അപ്പുറം ഈ ആക്ടർ സൈക്കോളജി എങ്ങനെയാണ് ശരിക്കും? ഒന്നാമത് എല്ലാ സിനിമകളെ പോലെയും എനിക്കൊന്ന് പ്രത്യേകിച്ച് ഹ്യൂമർ സിനിമകളിൽ എൻറ്റയർലി ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യാണ് ഒരു ആക്ടർ. അതിൽ ആ ഡയറക്ടർക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അത്രത്തോളം നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യസന്ധത ആ ഒരു കാര്യം. ഇപ്പോൾ ആ പറഞ്ഞ ഷോട്ട്, ആ സീൻ സിനിമ കാണുമ്പോഴേ ആ സീൻ എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ ആ സീനിൽ ഇങ്ങനെയാണ് എന്നും ആ സീനിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നും
ആ സീനിന്റെ റീ റെക്കോർഡിങ്ങിൽ ഇങ്ങനൊരു പാട്ടാണ് വരാൻ പോകുന്നതെന്നും ഒക്കെ ഡയറക്ടർ കൃത്യമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് ഓ അത് ശരി അപ്പൊ എന്നാ അങ്ങനെ എന്നൊരു ഐഡിയ വരിക. അത് പറയാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഉണ്ടാകണം ആക്ച്വലി. ഇപ്പൊ അതല്ലാതെ ഡയറക്ടർക്ക് അങ്ങനെയല്ല നമ്മളിപ്പോൾ എടുക്കാം എന്നിട്ട് നോക്കാം എന്നൊക്കെ ആണെങ്കിൽ, പക്ഷേ വിപിൻ ആ കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. വിപിൻ്റെ സെൻസ് ഓഫ് മ്യൂസിക് അമേസിംഗ് ആണ്. ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല സെൻസ് ഓഫ് മ്യൂസിക് ഉള്ള കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റിൽ വിപിൻ്റെ പേരിന് മുതൽ ഞാൻ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യും. എക്സ്ട്രീംലി കീൻ സെൻസ് ഓഫ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ വിപിൻ ആ സീൻ എടുക്കുമ്പോഴേ അതെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു സാധനം പിടിക്കണം. ഈ ഡോറ് തുറക്കുമ്പോൾ ആനന്ദൻ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു നിപ്പ് വേണം. കാരണം അത് കൗണ്ടർ ഇട്ടിട്ട് ഞാൻ പിന്നെ ഈ ഒരു പാട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്, ഞാൻ പാട്ട് നമ്മളെ ഫോണിൽ കേൾപ്പിച്ച് അങ്ങനെ സിനിമ എടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഫുള്ളി വിപിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇത്തരം സീനുകൾ പുൾ ഓഫ് ചെയ്യാനും ഇത്തരം സർക്കംസ്റ്റാൻസസ് ഫിലിം ചെയ്യാനും വിപിൻ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്. അപ്പോൾ അതിൽ ഐ എം ഹാപ്പി ദാറ്റ് ഐ ഹാഡ് എ ഡയറക്ടർ ദാറ്റ് ഐ കുഡ് ട്രസ്റ്റ് കംപ്ലീറ്റ്ലി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇങ്ങനെ ഈ റിയാക്ഷൻസ് ഷൂട്ട് ചെയ്യുന്നവർ? ഇല്ല, വിപിൻ ചേട്ടൻ്റെ ഇതിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പുള്ളി കൃത്യമായി പറഞ്ഞു തരും. കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് അഭിനയിച്ചാൽ പോലും കുറച്ച് ലൗഡ് ആവണം എന്നുള്ളത് പുള്ളി വന്നിട്ട് അത് ഇത്ര പോരാ, ഇത് ഓക്കെ അല്ല, ഇത് അങ്ങനെയാണ് പുള്ളി പറയുന്നത്. എന്താണ് അഭിനയിച്ച അത് ഒരാൾ വന്ന് യൂഷ്വലി പറയുന്നത് പോലെ ഈ സീനൊന്നും നന്നാക്കണം അങ്ങനെയൊന്നും അല്ല പുള്ളി പറയാം. പുള്ളി മറ്റേ ഇതെന്താണ് അഭിനയിച്ചത്, ഇങ്ങനെയാണോ അഭിനയിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് പുള്ളി ഞങ്ങളത് യൂഷ്വലി പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പുള്ളി അതായത് ഒരാൾക്ക് നമ്മളോട് വന്ന് പറയാനുള്ള സ്പേസിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമാണല്ലോ. അപ്പം പുള്ളി എന്ത് പറഞ്ഞിരിക്കുന്നോ, പുള്ളിക്ക് എന്ത് വേണമോ അത് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഞാൻ ചിലടത്ത് പറഞ്ഞു ഞാനെന്ന് എങ്ങനെ ഒന്ന് പറഞ്ഞാലോ, വേണ്ട നീ മിണ്ടണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല, നീ ഇപ്പം മിണ്ടിയാൽ ശരിയാവില്ല ഇതുപോലെ. അപ്പോൾ അങ്ങനെ കുറേ ഇതിൽ പുള്ളിയുടെ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ കോൺട്രിബ്യൂഷനിലാണ് ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും ഇരിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും ഏത് ലെവലിൽ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടോ അത് പുള്ളി ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പം ഞാൻ എസ്പെഷ്യലി സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുന്നത് വിപിൻ ഉണ്ടാക്കിയ വേർഷനല്ല, ദീപു എഴുതിയൊരു ഒറിജിനൽ വേർഷനാണല്ലോ. അപ്പം അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആനന്ദനും വിനുവിൽ നിന്നൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഇത് വിപിൻ. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം വിപിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വിപിൻ ഇത് നമ്മളിത് കുറച്ചൊരു കൂടുതലല്ലേ കുറച്ച്. ഇപ്പം വിപിൻ അപ്പം ഞാൻ മേ ബി ഒരു സംവിധായകൻ ഒരു ടെക്നീഷ്യൻ കൂടി ആയതുകൊണ്ട് എന്നോടത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരു ടെക്നീഷ്യനെ പോലെ വിപിൻ വന്ന്, അല്ല രാജു ഇതെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ പാട്ട് തുടങ്ങിയിട്ട് നമ്മൾ അപ്പുറത്ത് ആ ഷോട്ട് കട്ട് ചെയ്തിട്ട് തിരിച്ച് കട്ട് ബാക്ക് വരുമ്പോഴാണ് കൗണ്ടർ കാണിക്കുക. അപ്പം നമ്മൾ അപ്പം വിപിൻ ആ ഒരു കൈൻഡ് ഓഫ് എഡിറ്റഡ് വേർഷൻ അത് ഒരു സംവിധായകന് അത് ഷൂട്ടിംഗ് സമയത്ത് അതൊരു ആക്ടറോട് പറയാൻ പറ്റുക എന്ന് പറയുന്നത് എന്ത് ആസ് എൻ ആക്ടർ അത് ഭയങ്കര ലക്ഷറിയാണ്, ഭയങ്കരമായിട്ട് ക്ലാരിറ്റിയും. അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഇതിൽ തന്നെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പഴയ നമ്മുടെ ഈ ഹ്യൂമർ സിനിമകളൊക്കെ നോക്കുമ്പോൾ, ഇപ്പോൾ സിദ്ദിഖ് ലാൽ സിനിമകളോ താഹക്കയുടെ സിനിമകളൊക്കെ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഈ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഹ്യൂമറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. മറിച്ച് ഇപ്പോൾ ബെന്നി ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകളാകുമ്പോൾ ഡയലോഗ് ഓറിയൻറ്റഡ് ഹ്യൂമറാണ്. ഈ മൂക്കില രാജ്യത്ത് ഇതിലെല്ലാത്തിലും പല കൈൻഡ് ഓഫ് ഹ്യൂമർ സിനിമകൾ നമുക്കുണ്ട്. ഗുരുവായൂർ അമ്പലനട പ്ലേസ് ചെയ്യുന്നത് ഇതിലായിരിക്കും. ജീവിത സാഹചര്യങ്ങളുടെ ഹ്യൂമറാണ്, നമ്മളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഹ്യൂമർ. അത്തരം ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള തിരക്കഥകളിലോ കണ്ടിട്ടുള്ള സിനിമകളിലോ ഒന്നും തന്നെ ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു സാധനമാണ് എന്നെ ഈ കഥയിലേക്ക് ആദ്യം തന്നെ ഹുക്ക് ചെയ്യുന്നത്. അയ്യോ ആ സാധനം ഞാൻ ഇതിനു കേട്ടിട്ടില്ല എന്നുള്ള സാധനം എന്നെയാണ് ഹുക്ക് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ആ ഒരൊറ്റ കാര്യം കൊണ്ടൊരു നല്ല സിനിമ ആവില്ല. അതിനെ ചുറ്റിപ്പറ്റി ദീപു എൻ്റെ അഭിപ്രായത്തിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റും ദീപു എഴുതിയിട്ടുണ്ട്. അതിനെ വളരെ നല്ല രീതിയിൽ വിപിൻ കൺസീവ് ചെയ്തിട്ടുണ്ട്. വിപിൻ ഒരു എഡിറ്ററാണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ വിപിൻ്റെ നെറേറ്റീവ് ഫാഷൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ജയ കണ്ടാലും അതറിയാം. ഒരു ഇവിടെ ഒരു സാധനം പറഞ്ഞ് അപ്പുറത്തൊരു സാധനം കാണിച്ച് അതിൻ്റെ അവിടെ പറയുന്ന കാര്യത്തിൻ്റെ റിയാക്ഷൻ ഇവിടുത്തെ ഇഫക്റ്റായിട്ട് കൗണ്ടർ ഇട്ട് അങ്ങനെയാണ്. അപ്പോൾ വിപിൻ്റെ എല്ലാ സീൻ കൺസ്ട്രക്ഷൻസും അങ്ങനെ, അത് ഈ സിനിമയിലും അങ്ങനെയാണ്. ആ വിപിൻ്റെ ആ ഒരു വേർഷൻ വന്നപ്പോൾ എനിക്ക് വളരെ ഓർഗാനിക് ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ ചിരി വരുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചിരി എന്ന് പറയുന്നത് ആവേശികമാണ്. നമ്മളിപ്പോൾ അതാണ് എപ്പോഴും പറയുന്നത്, ഈ കോമഡി സിനിമകളാണ് ശരിക്ക് ഏറ്റവും തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഈ ചിരി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കാണുമ്പോഴാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചിരിയേ വരില്ല. ഒരു കൂട്ടത്തോട്ടിരുന്ന് കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ചിരിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഫാമിലി ആയിട്ട്
ഉറപ്പായിട്ട് എല്ലാവരും ഒരുമിച്ച് പോയി കാണേണ്ട ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ. കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഇതിൽ ഇൻവോൾവ് ആണ് ഈ സിനിമയുടെ കഥയിൽ. അവരുടെയൊക്കെ തന്നെ സബ് പ്ലോട്ടുകളിൽ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ അതൊട്ടും ഈ പറയുന്ന പോലെ ആക്ടേഴ്സ് ചിരിപ്പിക്കുന്നതല്ല കേട്ടോ. അത് ഈ ആ സീനിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പലപ്പോഴും ആ സീനിലുള്ള ആൾക്കാർ അറിയാത്തൊരു കാര്യം ഓഡിയൻസ് അറിയുമ്പോൾ അവർ ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് വരുന്ന ചിരിയൊക്കെ ഇല്ലേ, അത്തരം ഹ്യൂമറാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ അത് നന്നാവട്ടെ. എനിക്ക് സിനിമ വർക്കായി, ബാക്കി ആൾക്കാർക്ക് അറിയില്ല. 2 സീനിനെ പറ്റി ചോദിക്കാം. ഒന്ന് ഈ താന്തോന്നി മൂവിയില് നിങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ പൃഥ്വി ഭയങ്കര ചൂടായിട്ട് ഒരു ചവിട്ട് വെച്ചിരുന്ന് പറയുമ്പോൾ സുരേഷ് ഏട്ടൻ പറയുന്നുണ്ട് എന്നാൽ നീ ഇങ്ങോട്ട് പാടാന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്തിട്ട് നീ പോടാന്ന് പറഞ്ഞ് ആ ഒരു സഡൻ ഹ്യൂമർ വർക്കൗട്ട് ചെയ്ത മൊമെന്റ് ഉണ്ട്. പിന്നെ ഈ അമർ അക്ബർ അന്തോണിയിലെ ഈ ശശിയേട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, സംസാരിക്കുന്നു, ഈ പച്ച കോളറിൽ ചുവന്ന ഇത് പറയുന്നിടത്ത് ചുവന്ന പുള്ളി പറയുമ്പോൾ തിരിച്ച് റിപ്ലൈക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു മൊമെന്റ് എങ്ങനെ, ഷൂട്ടിംഗ് മൊമെന്റ് എങ്ങനെ ശരിക്കും? താന്തോന്നിയിലെ ഈ സീൻ സത്യത്തിൽ നീ പോടാ എന്ന് തന്നെയാണ് ഡയലോഗ്. എനിക്കത് ഓർമ്മയുണ്ട്. കാരണം ഡിസ്കഷൻ ഷാഹിദും ഞാനും അതിൽ സ്ക്രിപ്റ്റിൽ ആക്ച്വലി നീ പോടാ എന്ന് പറയുന്നത് സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രത്തെക്കുറിച്ച് എനിക്ക് മറ്റാർക്കും അറിയാത്തൊരു കാര്യം അറിയാം. എനിക്കത് അറിയാമെന്ന് സുരേഷ് കൃഷ്ണയ്ക്ക് ആ സമയത്ത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നീ പോടാ, നീ ഇവിടെ സംസാരിക്കേണ്ട എന്ന രീതിയിലാണ് ആക്ച്വലി സ്ക്രിപ്റ്റിൽ അതുള്ളത്. അപ്പം അത് ആ സമയത്ത് തോന്നിയാണ് ഞാൻ ഷാഹിദിനോട് ചോദിച്ചാണ് നേരെ ഇങ്ങനെ ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ അത് ഷാഹിദും ഓക്കെ ആയി, അങ്ങനെയാണ്. മറ്റേത് ഈ പറഞ്ഞ പോലെ റിഹേഴ്സലിന് ചെയ്താ ഞാൻ മറ്റേ അദ്ദേഹത്തിന്റെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് മറ്റേ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, റിഹേഴ്സൽ ചെയ്തപ്പോൾ നാദർഷക്ക വന്നിട്ട് രാജു അതുള്ള അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ച് ഉണ്ടാകുന്ന ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നുണ്ടോ. ഇൻ ദ സെൻസ് ഇൻഫാക്ട് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ഞാൻ ഡബിങ് സ്റ്റുഡിയോയിൽ പോയി. ഞാൻ ഫ്രെയിമിലില്ലാത്ത, എൻ്റെ മുഖം ഫ്രെയിമിലില്ലാതെ വേറെ ഒരു ഡയലോഗ് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിനിഞ്ഞാന്ന് വരെ സിനിമയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ ഈ ഓഡിയൻസ് എപ്പോഴും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സിനിമകൾക്കാണ് റിപ്പീറ്റ് വാച്ചിന് പോകുന്നത്, ഈ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത്ര ഒരു എന്റർടൈനർ, വെഡിങ് എന്റർടൈനർ ആണെങ്കിൽ എന്റർടൈൻമെന്റ് സ്വഭാവത്തിൽ ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണല്ലോ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കാം, ഈവൻസ് ഓറിയന്റഡ് ആയിരിക്കാം. അവിടെ ഇത്തരം സിനിമകൾ വരുന്ന സമയത്ത് ആക്ടേഴ്സ് എന്ന രീതിയിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നുണ്ടോ ശരിക്കും? ആക്ടേഴ്സ് എന്ന രീതിയിൽ എല്ലാ ഓൾറെഡി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹ്യൂമർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എന്നുള്ള എല്ലാ സിനിമകളിലുള്ള ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് എഴുതിയ ഒരു കഥാപാത്രത്തിനെ ഒരു സംവിധായകൻ കൺസീവ് ചെയ്യുമ്പോൾ ആ സംവിധായകന്റെ മനസ്സിൽ ആ കഥാപാത്രം എങ്ങനെ പതിഞ്ഞോ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് നടന്മാർ ശ്രമിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഒരു ആക്ടേഴ്സ് ഇന്റർപ്രിട്ടേഷൻ വരും, ഒരു നടന്റെ ഒരു അയാൾ അല്ലെങ്കിൽ ആ നടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ലെയർ എല്ലാ ആ ക്യാരക്ടറിനുണ്ടാകും. അല്ലാതെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എന്നൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഓരോ ഡയറക്ടേഴ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. ഞാൻ സത്യത്തിൽ ഈ കഥ ആദ്യമായി കേൾക്കുമ്പോൾ ഇതിന് വിപിൻ ആയിരുന്നില്ല ഡയറക്ടർ. ദീപു ഈ സ്ക്രിപ്റ്റിനോട് പറയുമ്പോൾ അന്ന് ഡിസ്കഷൻ ഉണ്ടായിരുന്ന മറ്റൊരു സംവിധായകൻ്റെ പേരാണ്. മറ്റൊരു സംവിധായകനോടൊപ്പമാണ് ദീപു എന്നെ ആദ്യം വന്ന് കണ്ടത്. അത് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് ആ പ്രോജക്റ്റ് നടക്കാതെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ജയ ഹേ റിലീസായതിനു ശേഷമാണ് വിപിൻ ഈ കഥ കേട്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണെന്ന് അറിഞ്ഞു, ഇത് ഞാൻ ചെയ്യട്ടെ എന്ന്. സത്യത്തിൽ ഈ കഥ ആദ്യം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്നത് ബേസിലിൻ്റെ ക്യാരക്ടർ ചെയ്യാനാണ്. എൻ്റെ കഥാപാത്രം മറ്റൊരു നടനായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈ സിനിമയുടെ ഒരു ഫോം ഉണ്ട്. വിപിൻ വന്നിട്ട് വിപിൻ്റെ ഒരു ഓഫ് കോഴ്സ് വിപിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനും വിപിൻ്റെ ഒരു കുറേ മാറ്റങ്ങളുണ്ട് ഈ കഥയിൽ. അതിലെ പ്രധാനപ്പെട്ട മാറ്റം, ഞാൻ ബേസിലിൻ്റെ കഥാപാത്രത്തിന് പകരം ആനന്ദിൻ്റെ കഥാപാത്രം ചെയ്യുന്നു, ബേസിൽ ആ ക്യാരക്ടർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത്രയും നാളിൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്ന ഒരു സിനിമയിൽ നിന്ന് ടോട്ടലി വേറൊരു സിനിമയായി. പിന്നെ വിപിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഈ എനിക്കൊന്ന് ലൈഫിലെ തന്നെ ജനറൽ ആയിട്ടുള്ള സാധാരണ കുറേ ഇവൻറ്റ്സും സർക്കംസ്റ്റാൻസസും വിപിൻ കാണുന്നത് ഒരു വേറൊരു പെർസ്പെക്റ്റീവില്ല. അപ്പോൾ ഇത് ഒരാളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ പറയുന്ന ശരിയല്ല, പക്ഷെ എന്നാലും വിപിൻ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് വിപിൻ ആ ഹെൽത്ത് ഇഷ്യൂയെ കുറിച്ച് സംസാരിക്കുന്ന കേട്ടാൽ വലിയ എന്തോ തമാശ പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. കുറച്ച് നേരം കേൾക്കുമ്പോഴാണല്ലോ വിപിൻ ഇത് കുറച്ച് പ്രശ്നമുള്ള കാര്യമല്ലേ, അതെ ഭയങ്കര പ്രശ്നമാണെന്ന് വിപിൻ. അപ്പൊ അത് അങ്ങനെ വിപിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പൊ ആ വിപിന്റെ പെർസ്പെക്റ്റീവിൽ ഈ സിനിമ
കുറെ കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയെന്ന് ഞാൻ കരുതുന്നു. അത് എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട്. വിപിൻ്റെ മനസ്സിലെ ആനന്ദനും വിപിൻ്റെ മനസ്സിലെ വിനുവും വിപിൻ്റെ മനസ്സിലെ പാർവതിയും ഒക്കെ തന്നെ ഞാൻ ഒറിജിനലി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നിഖിലയുടെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ്? എൻ്റെ ക്യാരക്ടർ പാർവതി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഞാൻ ദീപു ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് 3ാമത്തെ സ്ക്രിപ്റ്റാണിത്. അപ്പം ഈ പറഞ്ഞതുപോലെ വിപിൻ ചേട്ടൻ്റെതായിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻസ് ഈ പറയുന്ന ഈ സിനിമയിൽ ക്യാരക്ടേഴ്സിന് വന്നിട്ടുണ്ട്. ഞാൻ പേരിലൂർ ചെയ്തിട്ടുണ്ട്, പ്രീസ്റ്റ് പുള്ളി കോറൈറ്റ് ചെയ്തതാണ്, പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ചെയ്തു. അപ്പം ദീപു ചേട്ടൻ്റെ എഴുത്തിലുണ്ടാവുന്ന കുറേ തമാശകളുണ്ട്. അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് പാടുള്ള ചില തമാശകളുണ്ട്. അതിന് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യം. നമ്മൾ എഴുതിയത് വായിക്കുന്ന ഒരു സുഖം ചിലപ്പോൾ നമുക്കത് വിഷ്വലി കാണുമ്പം വരണം എന്നില്ല. അപ്പം അങ്ങനത്തെ ഇതിൽ വിപിൻ ചേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ഭീകരമായിട്ടുള്ള ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ വളരെ സിമ്പിളാണ്. ഞാൻ രാജുവേട്ടൻ്റെ പേരായിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. ഈ സിനിമയിൽ ഒരു 2 ഫാമിലികളുണ്ട്. അവർ തമ്മിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, അവരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ആൾക്കാർക്ക് കാണുമ്പോൾ തമാശയായിട്ട് തോന്നാവുന്ന തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളാണ് അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രശ്നമായിരിക്കാം, പക്ഷെ കാണുന്ന ആൾക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടറാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ കല്യാണം ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഗോഡ് ഫാദർ ഉണ്ട്, തെങ്കാശി പട്ടണമുണ്ട്, അതല്ല ഇപ്പോൾ നന്ദനത്തിലും ഈ ഒരു മാരേജ് ഒരു പോയിന്റ് വരും, അതും ഗുരുവായൂരാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന മന്ദാകിനി മാരേജ് ബേസ്ഡ് മൂവിയാണ്. കല്യാണം ബാക്ക് ടു ബാക്ക് പല സിനിമകളായിട്ട് ഇവിടുത്തെ പ്രേക്ഷകർ പല കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. വീണ്ടും ഒരു കല്യാണ സിനിമ വരുമ്പോൾ, കല്യാണം ഒരു തീമായിട്ട് വരുമ്പോൾ ഇതിലെന്താണ് പുതിയതായിട്ട് വരുന്നുണ്ടാവുക? അതെ, അതാണ് ഈ കല്യാണം എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ ഒരു വൺ ലാർജ് ബാക്ക് ഡ്രോപ്പ്. ഈ കഥ പറയുന്ന പശ്ചാത്തലം ഈ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണമാണ്. ആ കല്യാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിലെ കഥാപാത്രങ്ങൾക്കിടയിൽ ബിഗിനിങ് ടു എൻഡ് മാറി മറിഞ്ഞു വരുന്ന ഒരു ക്യാരക്ടർ റിലേഷൻഷിപ്പിൻ്റെ ആർക്കുകളുണ്ട്. അതാണ് ആക്ച്വലി കഥ. അത് ഈ ആനന്ദനും വിനുവും തമ്മിൽ, ആനന്ദനും പാർവതിയും തമ്മിൽ, പാർവതിയും അഞ്ജലിയും തമ്മിൽ, അഞ്ജലിയും വിനുവും തമ്മിൽ, അതേപോലെ തന്നെ മുതിർന്ന കഥാപാത്രങ്ങൾക്കിടയിൽ, അവർക്കിടയിലെല്ലാം ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു കല്യാണത്തിൻ്റെ 10 ദിവസങ്ങളുടെ സമയത്തിൽ എങ്ങനെ മാറി മറിഞ്ഞ് ഒടുവിൽ അത് ആ കല്യാണത്തിൽ വന്ന് കലാശിക്കുന്നു എന്നുള്ളതാണ് കഥ. അപ്പൊ പശ്ചാത്തലം മാത്രമാണ് കല്യാണം. അതേ പശ്ചാത്തലത്തിൽ നമുക്കൊരു 1000 കഥകൾ പറയാം. ഇപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ഗുരുവായൂർ അമ്പലം സെറ്റൊക്കെ ഇട്ടതുകൊണ്ട് ഗൃഹപ്രവേശത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. കാരണം ഇതിലും ജഗദീഷ് ചേട്ടനും രേഖ ചേച്ചിയുണ്ട്. ഇപ്പൊ ഗൃഹപ്രവേശത്തിൽ അവര് ആണല്ലോ. അല്ല, ആ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി എത്രയോ കഥകൾ ആലോചിക്കാം. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ എത്രയോ കഥകൾ ആലോചിക്കാം. അപ്പൊ കല്യാണമല്ല കഥ, കല്യാണം പശ്ചാത്തലമാണ്, കഥാപാത്രങ്ങൾക്കിടയിൽ നടക്കുന്നതാണ് കഥ. ഇപ്പൊ നിങ്ങളുടെ തന്നെ ഒരു 2 ഹ്യൂമർ ക്യാരക്ടേഴ്സിന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ശ്യാം ചോക്ലേറ്റിലെ അതിൽ ഈ പറഞ്ഞ ഹ്യൂമർ ടൈമിങ്, അതിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനിലെ ആക്ടൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ഡിസ്കഷൻ, ആൾക്കാർക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. നിറഞ്ഞ സദസ്സിൽ ഒരുപാട് ദിവസം ഓടിയ സിനിമയാണ്. നിഖിലയുടെ ഈ പേരിലൂരുടെ മാളു ഇത്തരത്തിൽ പല റിയാക്ഷനുകൾ, ഈ മാളുവിൻ്റെതായിട്ടുള്ള പല ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കഷനിൽ വന്ന ഹ്യൂമർ കൈകാര്യം ചെയ്ത കഥാപാത്രങ്ങൾ 2 കഥാപാത്രങ്ങളാണ്. ഈ ഹ്യൂമർ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ഈസിനെസ് കിട്ടുന്ന ഒരു പോയിന്റ് ശരിക്കും എവിടെയാണ്? സ്ക്രിപ്റ്റും ഡയറക്ടറിന്റെ ക്ലാരിറ്റിയുമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓർഗാനിക്കായിട്ട് സ്ക്രിപ്റ്റിലുള്ള ഹ്യൂമർ ആണ് എനിക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, എനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ മലയാളത്തിൽ തന്നെ, ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ, അത്തരമുള്ള ലെജൻഡറി ഉള്ള ആക്ടേഴ്സ് ഒരു നോർമൽ സീൻ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. അതായത് എൻ്റെ തന്നെ സിനിമകളിൽ ഒരു നോർമൽ സീൻ കൊടുത്തിട്ട് അമൽ ചേട്ടാ എന്തെങ്കിലും ഒരു സാധനം ഇട്ടോ, ഒരു ചിരി വന്നാൽ നല്ല അവിടെ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സാധനം ചെയ്ത് ചിരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് പറ്റില്ല, എനിക്കത് അതിനുള്ള കഴിവില്ല. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റിൽ ഓർഗാനിക് ആയിട്ടുള്ളൊരു ഹ്യൂമർ ഉണ്ടാവുക, അതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ കൺസീവ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ ഉണ്ടാവുക. ഇതൊക്കെ ഞാൻ എപ്പോഴും ഐ ഹവ് ഓൾവേസ് ബിലീവ്ഡ് ഓൾ ആക്ടേഴ്സ്, ഗ്രേറ്റ് ഓർ അതർവൈസ്, ആർ ലിമിറ്റഡ് ബൈ ദർ ഡയറക്ടേഴ്സ്. അതിപ്പോൾ ഞാനൊരു ഡയറക്ടർ ആയിട്ട് പറയുന്നൊരു അഭംഗിയുണ്ട്, പക്ഷേ എന്നാലും ഞാനത് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. ഓൾ ആക്ടേഴ്സ് ആർ ലിമിറ്റഡ് ബൈ ദർ ഡയറക്ടേഴ്സ്. ഒരു സംവിധായകൻ ആണ് അവരുടെ ഒരു ലിമിറ്റ്. ഒരു ഡയറക്ടറിൻ്റെ ആ ഡയറക്ടർ വെക്കുന്ന ഒരു ചട്ടക്കൂടിന് പുറത്തേക്ക് ഒരു ആക്ടർക്ക് പോകാൻ സാധിക്കില്ല, പോകാൻ പാടില്ല. അപ്പോൾ ഇതിൽ നിഖിലേക്കും എനിക്കൊക്കെ കിട്ടിയൊരു ലക്ഷറി എന്ന് വെച്ചാൽ വിപിനുണ്ട്. വിപിൻ ഇസ് ആൻ എക്സ്ട്രീംലി ടാലന്റഡ് ഫിൽം മേക്കർ.
വിപിനോട് ഞാൻ ആക്ച്വലി ഒരു സിനിമയും കൂടെ ചെയ്യുന്നുണ്ട്, ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞ കഥയാണ്. അപ്പോൾ അത് വിപിനിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. വിപിൻ എന്നോട് ഇല്ല അത് ഓക്കെയാണ് രാജു, അത് കുഴപ്പമില്ല, ഇങ്ങനെ ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിപിനെ ട്രസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഡബ്ബിങ് സമയത്ത് വരെ ഞാൻ വിപിനോട് ചോദിച്ചു, വിപിനെ അത് ഈ മറ്റേ സാധനം വർക്കിംഗ് ആണോ, അത് ഓക്കെ ആണോ എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ഡബ്ബിങ് സമയത്ത് തന്നെ ചോദിച്ചു. ഓക്കെ ആണ് രാജു, ഓക്കെയാണ്, ഓക്കെ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്തരം ക്യാരക്ടേഴ്സിൽ? എനിക്ക് ഈ പറയുന്ന പോലെ ഇതുകൊണ്ട് പ്ലസ് എനിക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാരണം ചില ഇപ്പം ഇതിൽ തന്നെ നമ്മൾ 3 പേരുള്ള ഒരു സീനിൽ രാജുട്ടൻ പോയി കഴിഞ്ഞ് ഞാനും ബേസിലേട്ടനും മാത്രമുള്ള ഷോർട്സ് എടുക്കുമ്പോൾ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 10, 20, 22 ടേക്ക് പോയി. കാരണം മുഖത്തേക്ക് നോക്കിയിട്ട് വിഷമാണ് ഇടേണ്ടത്, പക്ഷെ വിഷമം ഇടാൻ പറ്റുന്നില്ല ബേസിക്കലി. കാരണം ഞാൻ നോക്കുമ്പോൾ ബേസിലേട്ടനും ശരിക്കും അതായത് നമുക്ക് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ പറയുന്ന പോലെ അവർ പറയുമ്പോഴാണെങ്കിലും ഓരോ പ്രാവശ്യം ഇതിനു മുന്നേ ഞാൻ ബേസിലേട്ടനോട് വേറൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, പുതിയത് ആഡ് ചെയ്ത്, പിന്നെ ഇത് പറഞ്ഞാലും ഇത് പറഞ്ഞിട്ട് ഇങ്ങനെയും കൂടെ പറഞ്ഞാലും ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടാലും. അപ്പം കൂടെ അഭിനയിക്കുന്ന ഇപ്പോൾ കുട്ടേട്ടനാണെങ്കിലും ശരി, അവർ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് ആണ് പേരല്ലൂർ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതലുള്ളത്. കാരണം ഞാനായിട്ട് കൂടുതൽ കോമഡികൾ പറയുമോ, കോമഡികൾ കാണിക്കുന്നു, അപ്പൊ അത്രയും ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസിന്റെ റിയാക്ഷൻസ് ആണ് എനിക്ക് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അതും എൻ്റെ കാര്യത്തിൽ അവരുടെ ഇൻപുട്ടും ഉണ്ട്. പൃഥ്വിയുടെ ഈ ഹ്യൂമർ ക്യാരക്ടേഴ്സ് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസുകൾ കാണാറുണ്ടെന്ന് എപ്പോഴും അങ്ങനെ ഡിസ്കഷൻ സംസാരിക്കുന്നതാണല്ലോ. അതിലിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആടുജീവിതം പോലൊരു സിനിമ അല്ലെങ്കിൽ കടുവ പോലൊരു സിനിമ, അയാൾ ഞാൻ പോലൊരു സിനിമ, അത്തരം ലൊക്കേഷനുകളിൽ നിന്ന് ഇത്ര ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ സിനിമകൾ ലൊക്കേഷനിലോട്ട് വരുമ്പോൾ ഇതിലോട്ട് എൻ്റയർലി ട്രാൻസ്ഫോം ചെയ്യണല്ലോ. അതിനൊരു അപ്രോച്ച് ഉണ്ടോ ശരിക്കും? ആ സിനിമകൾക്കുള്ള അതേ അപ്രോച്ചാണ്. ഞാൻ ആ സിനിമയിലും ഞാൻ എൻ്റെ എടുക്കുന്ന എഫേർട്ട് അല്ല, വായിക്കുന്ന തിരക്കഥയും സംവിധായകൻ എന്നോട് പറയുന്നതുമാണ് എൻ്റെ അതായത് എൻ്റെ പെർഫോമൻസിൻ്റെ ഫോർഡർ അല്ലെങ്കിൽ അതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സിനിമയിലും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ആടുജീവിതത്തിൽ ഒരു വേറൊരു ടൈപ്പ് അഭിനയം അങ്ങനെ നമുക്ക് അപ്പോൾ അതൊരു എഴുതുന്നൊരു ക്യാരക്ടറാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ ഫിസിക്കൽ എഫേർട്ട് മാറ്റി വെച്ചാൽ ആസ് എൻ ആക്ടർ നജീബിലേക്കുള്ള ദൂരവും ആനന്ദനിലേക്കുള്ള ദൂരവും ഒരേ ദൂരമാണ് എനിക്ക്. എൻ്റെ ഫിസിക്കൽ എഫേർട്ട് ഓഫ് കോഴ്സ് നജീബ് ആകാൻ വേണ്ടി വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൽ ദീപു എഴുതിയ കഥാപാത്രം, ദീപുവിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കുക, അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കഥാപാത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ദീപുവിനോട് ചോദിക്കുക, ദീപു ഇയാളെ എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിക്കുക. പിന്നെ ഓഫ് കോഴ്സ് വിപിൻ അത് കൺസീവ് ചെയ്യുമല്ലോ. വിപിൻ എന്താണ് ആക്ച്വലി ആനന്ദൻ എങ്ങനെ വേണമെന്നാണ് വിപിൻ, അല്ലാതെ ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സാധനമാണെന്ന് വിപിൻ. അപ്പോൾ അതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ ഡയറക്ടറിനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്യുന്ന കാരണം ഞാൻ എസ്പെഷ്യലി 2 സിനിമകൾ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ പോലെയുള്ള ആക്ടേഴ്സിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ലാലേട്ടൻ എങ്ങനെയാണോ എന്നോട് ആസ് എൻ ആക്ടർ ഡയറക്ടർ അങ്ങനെ ആയിരിക്കണം ഞാൻ എൻ്റെ ഡയറക്ടേഴ്സിനോട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഷാജോനോടൊക്കെ ഞാൻ ബ്രദേഴ്സ് ഡേക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. എൻ്റെ ആക്ച്വലി ഹൗ ഐ ഷുഡ് ബി വിത്ത് മൈ ഡയറക്ടർ എന്നുള്ളതിൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ ഒരു അഡീഷണൽ ലെയറായി എനിക്ക് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ആൻഡ് ഐ എം ഷുവർ മമ്മൂക്കയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. നാളെ മമ്മൂക്ക വെച്ചൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ ഐ എം ഷുവർ അദ്ദേഹവും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അവരൊക്കെ ലെജൻസ് ആയതുകൊണ്ടും ഇത്രയും അധികം സിനിമകൾ ചെയ്തതുകൊണ്ടും ഇത്രയും അധികം കഥാപാത്രങ്ങൾ ആയി തിരശ്ശീലയിൽ വന്നതുകൊണ്ടും ഐ തിങ്ക് ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഡയറക്ടറിൻ്റെ വിഷനിലേക്ക് സബ്മിറ്റ് ചെയ്യണം നമ്മൾ. അപ്പോഴാണ് നമ്മൾ ഓരോ സിനിമയിലും വേറിട്ട് നിൽക്കുക. ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഓഫ് കോഴ്സ് എന്തായാലും നമ്മുടേതായ ഒരു ശൈലി വരും. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനിടയിൽ നിന്ന് ഞാൻ അഭിനയിച്ച സിനിമ ഏതാണ്? സലാറാണ്. സലാറാണ്. അപ്പോൾ അവിടെ ആനന്ദനിൽ നിന്ന് എങ്ങനെ ഞാൻ വരദരാജ പന്നാറാകും എന്നുള്ളത് ഞാൻ പ്രശാന്തിനോടാണ് ചോദിക്കുക. പ്രശാന്തിനോട് ഞാൻ എന്ത് ചോദിക്കുന്നു അത് തന്നെയാണ് വിപിൻ ദാസിനോടും ചോദിക്കുക. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ലൗഡായിട്ട് പെർഫോം ചെയ്യുമ്പോഴേ ഇപ്പം ഇതിൽ ഉറപ്പായിട്ടും ഡയറക്ടേഴ്സ് കോൾ ഉണ്ട്, ഇതാണ് നിങ്ങളുടെ മീറ്റർ, ഇത്രയും ചെയ്താൽ മതി, ഇതിനപ്പുറം ചെയ്യണ്ട. നമ്മളിതിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നമ്മുടെ ഇൻഹിബിഷൻസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇത് പെർഫോം ചെയ്യുന്നത്. ആ ഒരു കോൾ ഒരു ആക്ടറല്ലേ ശരിക്കും എടുക്കുന്നത്? നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ വേറെ. അത് ഓഫ് കോഴ്സ് അത് ഞാൻ ഇപ്പോൾ ഏത് ക്യാരക്ടറിനും എന്ത് ഡയറക്ടേഴ്സ് ഞാൻ ഇപ്പോൾ നമ്മൾ ഡയറക്ടറോട് സംസാരിക്കുന്നു, റൈറ്ററോട് സംസാരിക്കുന്നു, അതിൻ്റെ ഒരു ഫൈനൽ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന സാധനമാണ്. ഒരു ഡയറക്ടർക്ക് എത്ര ടേക്ക് വേണേൽ എടുപ്പിക്കാം. ഇപ്പോൾ വിപിന് എന്നെ കൊണ്ട് 150 ടേക്കുകൾ എടുപ്പിക്കാം.
പക്ഷെ ആ 150ാമത്തെ ടേക്കിലും ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വിപിന് കൺട്രോൾ ഇല്ല. പിന്നെ അത് പിന്നെ എൻ്റെ കയ്യിലാണല്ലോ. ആസ് എ ഡയറക്ടർ ഞാനും അത് മനസ്സിലാക്കണം. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ആക്ടർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പോവാം, പറഞ്ഞു കൊടുക്കാം, മേ ബി അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം, വീണ്ടും വീണ്ടും ടേക്ക് എടുക്കാം. പക്ഷെ എത്ര ടേക്ക് എടുത്താലും, എത്ര അഭിനയിച്ചു കൊടുത്താലും, എത്ര പറഞ്ഞാലും ഞാൻ മോണിറ്ററിന്റെ ബാക്കിൽ വന്നിരുന്ന റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ കൺട്രോൾ ഇല്ല, ആക്ടറിന്റെ കയ്യിലാണ്. അപ്പൊ അതുണ്ടാവും ഡെഫിനറ്റ്ലി. ആ കംപ്ലീറ്റ്ലി നമ്മുടെ പെർഫോമൻസിനെ ഒരു ആക്ടർക്കും ഡിസോൺ ചെയ്യാൻ പറ്റില്ല. ഞാനും ഡിസോൺ ചെയ്യുന്നില്ല. അയ്യോ ഇത് ഞാനല്ല കേട്ടോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിൽ ഞാനുണ്ടാവും, എൻ്റെ തോട്ട് ഉണ്ടാവും, എൻ്റെ എബിലിറ്റീസ്, എൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ഡയറക്ടറിനോട് പറഞ്ഞത് ചെയ്യാനാണ്. നിങ്ങൾ രണ്ടുപേര് ഈ വളരെ ചെറിയ പ്രായം മുതൽ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്, 20-21 വയസ്സിലൊക്കെ. പൃഥ്വിയുടെ ഒരു 2003 ടൈമിലെ സിനിമകൾ നോക്കുമ്പോൾ സ്വപ്നക്കൂട് വരുന്നുണ്ട്, ഈ പറഞ്ഞ മീരയുടെ നോക്കുമ്പോൾ മുത്തുണ്ട്, സ്വപ്നമുണ്ട്, ചക്രമുണ്ട്, നിഖിലയും വളരെ ചെറിയ പ്രായത്തിൽ സിനിമയുടെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ. ആ ടൈമിൽ പെട്ടെന്ന് ഈ സക്സസ് വരുന്നു, അല്ലെങ്കിൽ കരിയറിന് ഒരു പുതിയ ഫേസ് വരുന്നു. അന്ന് ഇതെല്ലാം റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രോയിങ് സ്റ്റേജ് ആണ്, നമ്മൾ കുറച്ചുകൂടി ചെറുപ്പമാണ്. ആ സമയത്ത് ഇതെല്ലാം എങ്ങനെയായിരുന്നു എടുത്തിരുന്നത് പൃഥ്വി അല്ലെങ്കിൽ നിഖില? സിനിമ, ഫെയിം, സക്സസ്? എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു സക്സസ് വന്നിട്ടില്ല. ഞാൻ പിന്നെ നിഖിലയുടെ ആ സമയമാണ് ഈ സമയം. ഞാൻ 13 വയസ്സിൽ ആക്ട് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ഭാഗ്യദേവതയിൽ ജയറാമേട്ടൻ്റെ സിസ്റ്റർ ആയിട്ടാണ്. എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് മറ്റേ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ആക്ടേഴ്സ് ഹൈപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആക്ച്വലി സക്സസ് എന്ന് പറയാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് അരവിന്ദൻ്റെ അതിഥികൾക്ക് ശേഷമാണ്. അതിനു മുന്നേ ലവ് 24 കഴിഞ്ഞിട്ട് ഞാനൊരു 4 ഇയേഴ്സ് സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾക്ക് ശേഷം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ കുറേ നാൾ ഇരുന്ന് ഞാൻ പഠിച്ചു സിനിമ ഇങ്ങനെയൊക്കെയാണ്, സിനിമയിൽ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളത്. അപ്പം ഇപ്പോൾ എന്താ പറയുക, എനിക്കിപ്പം എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഇപ്പം മാത്യുവിൻ്റെ അടുത്തോ നസ്ലൻ്റെ അടുത്തോ ഒക്കെ ഞാൻ പറയാറുണ്ട്. അതായത് സക്സസ് ഇങ്ങനെയാണ്, അത് വരും, നാളെ ചിലപ്പം അങ്ങനെ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് തലയിലേക്ക് എടുക്കരുത് എന്നൊക്കെ പറയാൻ ആ ഒരു സ്പേസിലേക്ക് എനിക്ക് അന്ന് വന്നതുകൊണ്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അറിയാത്ത എനിക്ക് പുറത്ത് പോകാൻ വെച്ചാൽ പുറത്ത് പോയി ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പഠിക്കുക, ഞാൻ വർക്ക് ചെയ്യുക എന്നൊക്കെ ഞാൻ പറയുള്ളൂ. ഞാൻ സിനിമയിലാണെന്ന് പറയില്ല. കാരണം എന്നെ ആ ഒരു സിനിമയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അപ്പം ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അറിയുണ്ടാവില്ല. അപ്പം ഞാൻ പഠിക്കുകയാണ്. അപ്പം കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയും എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പഠിക്കുകയാണ്, എവിടെ മഹാരാജാസ് കോളേജിൽ പഠിക്കുകയാണ്, സെൻറ്റ് തെരേസാസിൽ പഠിക്കുക. അപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ എന്തെങ്കിലും പറയുക എന്ന് ചെയ്യാം. അപ്പോൾ അന്ന് ഞാനത് ഒട്ടും ഓൺ ചെയ്തിരുന്നില്ല, ഞാനൊരു ആക്ടറാണ് അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ഞാൻ സിനിമയിലാണ് എന്നുള്ളത്. ഇന്ന് ഞാനത് ഭയങ്കര ഹാപ്പിലി ഓൺ ചെയ്യുന്നുണ്ട്. എനിക്കത് എന്താ പറയുക, ഇതെൻ്റെ ഒരു കരിയറാണ് എന്നുള്ളതും, ഇതാണ് എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളതും, ഇതാണ് എൻ്റെ ഒരു എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് സിനിമയാണെന്നുള്ളത് കൊണ്ട് അത് ഞാൻ ഓൺ ചെയ്യുന്നു. പൃഥ്വിക്ക് എങ്ങനെയായിരുന്നു തുടക്ക ടൈമിലൊക്കെ? ഞാൻ എൻ്റെ തുടക്കകാലത്ത് ഭയങ്കര ഭാഗ്യം, ഇപ്പോഴും അതെ കേട്ടോ, പക്ഷെ തുടക്കകാലത്ത് പ്രത്യേകിച്ച് ഭയങ്കര ഭാഗ്യം ചെയ്തൊരു ആക്ടറാണ്. കാരണം ഞാൻ സിനിമയിൽ വന്ന് ആദ്യത്തെ സിനിമ കഴിയുന്നതിന് മുമ്പ്, ആദ്യത്തെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ അന്ന് മലയാള സിനിമയിലുണ്ടായിരുന്ന ഏറ്റവും സീനിയർ, ഏറ്റവും പ്രഗത്ഭരായ സംവിധായകരെല്ലാവരും എന്നെ വെച്ച് സിനിമകൾ ചെയ്യാൻ തീരുമാനിച്ച അങ്ങനത്തെ ഒരു ആക്ടറായിരുന്നു ഞാൻ. അപ്പോൾ അത് ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നന്ദനം ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെയാണ് സാജൻ ചേട്ടൻ വയലൻസ് എന്ന് പറയുന്ന സിനിമ എന്നെ വെച്ച് പ്ലാൻ ചെയ്യുന്നതും, രാജസേനൻ സാറ് നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമ പ്ലാൻ ചെയ്യുന്നതും. അത് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷമാണ് ഭദ്രൻ സാറ്, ലോഹി സാറ്, കമൽ സാർ, അങ്ങനെ ഒരുപാട് സംവിധായകർ. അപ്പം അന്നൊക്കെ ഞാൻ ഇപ്പം നന്ദനം റിലീസായി അത് സൂപ്പർ ഹിറ്റ് ആണ് എന്ന് ഞാൻ അറിയുന്നത് മറ്റൊരു സെറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ അതെനിക്ക് ഓക്കെ അടുത്ത സാധനത്തിൽ എനിക്കങ്ങനെ ഒരു വിക്ടറി, ഒരു സിനിമ റിലീസായി എന്നാൽ പിന്നെ ഇതിൻ്റെ സെലിബ്രേഷൻ, അങ്ങനെ ഒരു ഇതേ ഉണ്ടായിട്ടില്ല തുടക്കകാലത്ത്. അതുണ്ടാക്കി വെച്ച ഒരു പ്രതീതിയാണെന്ന് എനിക്കറിയില്ല. എനിക്കിന്നും എൻ്റെ അങ്ങനെ സക്സസ് അങ്ങനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയോ ഫെയിലിയേഴ്സിൽ അങ്ങനെ ഭയങ്കരമായിട്ട് നിരാശനാകുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ വളരെ ഡിറ്റാച്ച്ഡ് ആണ് ആ കാര്യത്തിൽ. ഇപ്പോൾ മെയ് 16 ഗുരുവായൂരമ്പലം നടയിൽ ഇറങ്ങും. എന്ത് സംഭവിച്ചാലും മെയ് 17 ഞാൻ എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിലാണ്. എനിക്ക് അതിൽ വ്യത്യാസമൊന്നുമില്ല. അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ
ഈ 100 കോടി 200 കോടി കളക്ഷൻ ക്ലബ്ബുകളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അന്യഭാഷയിൽ നിന്ന് ഇപ്പോൾ സലാറ് മറ്റു സിനിമകളൊക്കെ വരുമ്പോൾ ഒരു ബിഗ് ടിക്കറ്റ് സിനിമയായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ പ്രേമലു അല്ലെങ്കിൽ മഞ്ജുമൽ ബോയ്സ്, ആവേശം ഒരു സ്റ്റാർ ഓറിയൻറ്റഡ് പടം തന്നെയാണ്, കൊമേഴ്ഷ്യലാണ്. ആടുജീവിതം, ഇതെല്ലാം കുറച്ചുകൂടെ ഈ കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകളായിട്ടാണ് വരുന്നത്. പൃഥ്വി ഈ ബീയിങ് ഈ പറഞ്ഞ പല ഇൻഡസ്ട്രികളിൽ അഭിനയിക്കുന്ന ഒരു സ്റ്റാർ ആക്ടർ എന്ന രീതിയിൽ ഇനി മുന്നോട്ടുള്ളൊരു കരിയറിൽ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയുടെ മാറ്റം, സക്സസ്, ഇതെല്ലാം ഇനി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പൃഥ്വിയും കൂടെ അതിൻ്റെ ഭാഗമാണല്ലോ. അല്ല, ഇത് എന്താ പറയുക, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആദ്യമായിട്ട് 200 കോടി എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ബ്രീച്ച് ചെയ്തു മലയാളത്തിൽ നിന്ന്. അപ്പോൾ ഇനി അവിടെ ദിസ് ഇസ് ഇറ്റ് എന്നുള്ളതല്ല. അത് ഞാൻ പറഞ്ഞ ഈ കോടി അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ കാര്യം മാത്രമല്ല. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എനിക്ക് തോന്നുന്നു മലയാള സിനിമ ചരിത്രത്തിൽ ഡബ് ചെയ്യാതെ തന്നെ കേരളത്തിന് വെളിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചിട്ടുള്ള ഒരു മലയാള സിനിമയാണ്. കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്കുള്ളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് മുമ്പിൽ തുറന്നു തന്ന ഒരു വലിയൊരു അവന്യൂ ഇപ്പോൾ ഉണ്ട്. ഇനി അതിനെ നമ്മൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ കിട്ടിയ കളക്ഷൻ്റെ വലിയൊരു കാരണം അതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സിനും പ്രേമലുവിനും ബ്രഹ്മയുഗത്തിനും ഒക്കെ കിട്ടിയ അക്സെപ്റ്റൻസ് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആടുജീവിതത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് അവരോടൊക്കെ ഞാൻ നന്ദി പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ആടുജീവിതം ഒരു വലിയ സക്സസ് ആയി. ആടുജീവിതം റിലീസാവുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ സിനിമ കണ്ട ആൾക്കാരുൾപ്പെടെ ബ്ലസ് ചേട്ടനോടും എന്നോടും പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിങ് ഫിലിമാണ്, നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടും, ഇതിൻ്റെ കമേഴ്ഷ്യൽ സാധ്യതകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് റിലീസിൻ്റെ തലേ ദിവസം വരെ ആ സിനിമ കണ്ട ആൾക്കാർ വരെ ഞങ്ങളോട് പറഞ്ഞത്. അതിനെ കംപ്ലീറ്റ്ലി ഉടച്ചു കളഞ്ഞില്ലേ പ്രേക്ഷകർ. ഒരു കമേഴ്ഷ്യൽ സിനിമ അല്ല എന്നുള്ളതൊന്നും അല്ല, സിനിമ കണക്ട് ചെയ്തു, പിന്നെ അപ്പോൾ ഈ സിനിമ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി അത് കുറേ ആൾക്കാർക്ക് പ്രചോദനമാകട്ടെ. നിങ്ങളൊരു അയ്യോ ഇത് ഇങ്ങനെ പാട്ടും ഡാൻസും അല്ലെങ്കിൽ അങ്ങനെ ഒരു കമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം സിനിമയുടെ നെറേറ്റീവ് സ്ട്രക്ചർ അല്ലാത്തൊരു സിനിമയാണ്, അപ്പോൾ പിന്നെ അത് ചിലപ്പോൾ തിയേറ്ററിൽ ഫീസിബിൾ ആകില്ല എന്നുള്ളൊരു ഭയം ഇല്ലാതാക്കാൻ ആടുജീവിതം ഒരു പ്രചോദനമാകട്ടെ. അപ്പോൾ നമ്മൾ എവിടെ എത്തിയാലും യു ഷുഡ് ട്രൈ ആൻഡ് സീ ഹൗ വി ക്യാൻ പ്രോഗ്രസ് ഫർദർ ഇൻ ദാറ്റ് റൂട്ട്. അപ്പോൾ ഇനിയും വരുന്ന കാലങ്ങളിൽ മലയാള സിനിമകൾ മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും ആവേശവും ആടുജീവിതവും ഒക്കെ സൃഷ്ടിച്ച പുതിയ പുതിയ അവന്യൂസ് ഇനി വരും കാല മലയാള സിനിമകൾ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടട്ടെ. എന്ത് റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ടാലും അത് വളരെ ഷോർട്ട് ലിവ്ഡ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതെ, എന്ത് റെക്കോർഡാണ് മലയാളത്തിൽ ആര് സൃഷ്ടിച്ചാലും അത് ആഴ്ചകൾക്കുള്ളിൽ ആ റെക്കോർഡ് തകർക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മൊത്തത്തിൽ നമ്മുടെ ഇപ്പോൾ മോബ് സൈക്കോളജിയും സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക എന്നുള്ള ഇതിലോട്ട് മാറിയിട്ടുണ്ട്. അതെ, അതൊരു തരത്തിൽ സപ്പോർട്ടല്ലേ മൊത്തത്തിൽ? തീർച്ചയായിട്ടും അതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോട് തന്നെയാണ്. ഇന്ന് രാവിലെ കൂടി ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡിസ്കഷൻ ഈ സ്ട്രീമിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സ് എന്ന് പറയുന്ന അവന്യൂ വല്ലാണ്ട് കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കുറഞ്ഞോട്ടെ, ജനം തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ അതല്ലേ ആദ്യം നോക്കേണ്ടത്. ബാക്ക് ടു നോർമൽ ഇതാണ് നല്ലത്. കാരണം നമ്മൾ സിനിമ ചെയ്യുമ്പോൾ തിയേറ്ററിൽ സിനിമ വർക്കായാൽ മാത്രമാണ് സിനിമ സക്സസ്ഫുൾ ആവുക എന്ന രീതിയിൽ വരുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും എല്ലാവിധ ആശംസകളും ഗുരുവായൂരമ്പലം ഇടയ്ക്കും വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും. താങ്ക് യു സോ മച്ച്.